ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ട്രിഗണോമെട്രിയിലിപ്പോൾ ഒരു 2 ടൈപ്പാണ് നോക്കിയത്. ആദ്യം ഒരു ആംഗിൾ തന്നിട്ട് ബാക്കി എല്ലാ വാല്യൂസും കാണാൻ പഠിച്ചു. പിന്നെ ഒരു ആംഗിൾ തന്നിട്ട് സൈൻ എ പ്ലസ് ബിയോ സൈൻ എ മൈനസ് ബിയോ അല്ലെങ്കിൽ കോസ് എ പ്ലസ് ബി കോസ് എ മൈനസ് ബിയോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ടുകൾ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് 2 ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തോളൂ. ഇപ്പോൾ സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി വെച്ചിട്ട് നമുക്ക് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്വസ്റ്റ്യൻ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ കണ്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് തിയറി മനസ്സിലാക്കാനുണ്ട്. ചുമ്മാണ്ട് ബൈഹാർട്ട് ചെയ്യുന്നതല്ല, മനസ്സിലാക്കി പഠിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എക്സ്പ്രസ് വെരി 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 ഇമ്പോർട്ടൻ്റ് കേട്ടോ. എക്സ്പ്രസ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്രസ് ചെയ്യാനാണ്. എക്സ്പ്രസ് √3 cos x plus sin x √3 cos x plus sin x in the form r sin x plus alpha ആണത്. r sin x plus alpha where alpha is acute angle. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഇതിൽ ചുമ്മാ ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊരു ബുദ്ധി വേണേ. ബുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മനസ്സിലാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പോൾ വല്ല ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടാൽ തിരിച്ചറിയാലോ. ഇത് നിൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ തിരിച്ചറിയാലോ. അതുപോലെ നോക്കി മനസ്സിലാക്കാനുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എഴുതാം. √3 cos x ആൻസർ എഴുതി തുടങ്ങുകയാണ്. ആൻസർ ഇതാണ്. ആൻസർ വളരെ സിമ്പിളാണ്. √3 cos x പ്ലസ് സൈൻ എക്സിനെ നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയോ? r sin x പ്ലസ് ആൽഫ എന്ന് കൊടുത്തു. അതിനെ ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മൾ ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത് അവർ കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുക്കാം, കിടന്നോട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് അറിയോ? ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. √3 cos x പ്ലസ് സൈൻ എക്സ്. ഇത് എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. r നോക്കണേ, സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ട് ഇന്നലെ പഠിച്ചില്ലേ നമ്മൾ? എന്താ സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? സൈനും കോസും സൈനും അല്ലേ? സൈൻ എ പ്ലസ് ബി എന്താണ്? സൈനും കോസും പ്ലസ് കോസും സൈനും, ശരിയല്ലേ? അപ്പോൾ എക്സ് ആണ് ഇവിടെ എ, ആൽഫയാണ് ബി. കണ്ടോ? അതിവിടെ ഇട്ട് കൊടുക്കുകയാണ്. സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ട്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? സൈൻ എ അതായത് സൈൻ എക്സ് കോസ് ആൽഫ, സൈനും കോസും, പ്ലസ് കോസ് എക്സ് സൈൻ ആൽഫ, കോസും സൈനും. അപ്പോൾ നോക്കുക, സൈനും കോസും സൈനും. ക്ലിയർ ആയോ ചെയ്തത്? ശ്രദ്ധിക്കുക, പഠിക്കാൻ എളുപ്പമാണ്. അത്ര വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. മനസ്സിലാക്കി പഠിക്കണേ. നമ്മളിപ്പോൾ ചെയ്ത കാര്യം എന്താണ്? സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ട് കൊടുത്തു. കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? എന്തായാലും വരും. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൊക്കെയുള്ളൂ കേട്ടോ. 2-3 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും നമ്മൾ പുലികളാവും ഈ ക്വസ്റ്റ്യനിൽ. സെറ്റല്ലേ? പറയട്ടെ. ഇനി ഇതിനാണ്ട് ഈ 6 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഭംഗിയിൽ എഴുതാണ്. ഇതന്നെയാണ് എഴുതുന്നത്, വേറെ ഒരു മാറ്റമില്ല. തന്നതന്നെ അങ്ങനെ എഴുതി പോവാണ്. ഈക്വൽ ടു 6 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. 6 ഇങ്ങോട്ടും കൊടുത്തു, 6 അങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചേക്കരുത്, ഇത് വരച്ചേക്കരുത്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ തെറ്റും. ചുമ്മാ 6 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6 സൈൻ എക്സ് കോസ് ആൽഫ പ്ലസ് 6 കോസ് എക്സ് സൈൻ ആൽഫ. വേറെ ഒന്നും ചെയ്തില്ല. ഈ 6 2 പേർക്കും വീതിച്ചു കൊടുത്തു. ഒരു മിഠായി കിട്ടി, 2 പേർക്കാണ് കൊടുത്തു. അത്രയേ ഉള്ളൂ. 6 എന്ന് പറഞ്ഞ മിഠായിനെ നമ്മൾ 2 ഗ്രൂപ്പിലേക്കും കൊടുത്തു. സെറ്റാണോ? ഇതുവരെ ക്ലിയർ അല്ലേ? പ്രോബ്ലം കഴിയാറായേ? കഴിഞ്ഞിട്ടില്ല, ഇനി ഉണ്ട്. ഞാൻ 6 മാർക്കില്ലേ? അപ്പോൾ പിന്നെ ഇനി ഇത് വേറൊന്നുമില്ല. നമ്മൾ കൂടുതൽ റിസ്ക് എടുത്തില്ല. നമ്മൾ സൈൻ എ പ്ലസ് ബി ചെയ്തത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അതുപോലെ എഴുതിക്കല്ലേ. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ഇടാ. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അയ്യോ സാറേ എന്ന് പറയരുത്.
ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, തന്നത് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോവാണ്. എഴുതിയോ? ഇനിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മളൊന്നും ചെയ്തില്ല. സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മൾ കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻ വർക്കൊന്നും ചെയ്തില്ല. സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ട് കൊടുത്തു, അത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. എന്താണ് സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ? സൈനും കോസും പ്ലസ് കോസത്തെ ഫസ്റ്റ് പിന്നെ സൈന് സെക്കൻഡ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? 3 പേരും ഓക്കെ അല്ലേ? ഇതുവരെ കുഴപ്പമില്ല. പക്ഷെ ഇനിയാണ് ചെയ്യേണ്ടത്, ഇനിയാണ് ചിന്തിക്കാനുള്ളത്. ഇനിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൂട്ടുകാരെ തിരിച്ചറിയത് കേട്ടാ. കമ്പയർ ചെയ്യുക, 2 സൈഡും കമ്പയർ ചെയ്യണേ. നോക്കുക അമലെ, ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരെ തിരിച്ചറിയുന്നത്. ഇവിടെ കോസിൻ്റെ ഫ്രണ്ടിൽ ആരായിരുന്നു? ഇവിടെ കോസിൻ്റെ ഫ്രണ്ടിൽ ആരാ? തിരിച്ചറിഞ്ഞിടാ. നിൻ്റെ കൂട്ടുകാരുടെ ഒരു കൂട്ടത്തിൽ കുറച്ച് നിങ്ങളുടെ കുറേ പയ്യന്മാർ അല്ലെങ്കിൽ കുറേ കുട്ടികളിരിക്കുന്നുണ്ട്, അല്ല കുറേ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിൻ്റെ ഫ്രണ്ട്സിനായി ഇങ്ങനെ തിരിച്ചറിയുക. അതുപോലെ കോസിൻ്റെ കൂടെയുള്ള ആളെ തിരിച്ചറിയുക. ആരാണ് കോസിൻ്റെ ഫ്രണ്ടിൽ? ആരാണ്? സൈനോ? സൈൻ അവിടെ അല്ലേ കിടക്കുന്നത്? ഇവിടെ കോസിൻ്റെ ഫ്രണ്ടിൽ ആരാ? √3. √3 അത്രേ ഉള്ളൂ. √3 ഈക്വൽ ടു ഇവിടെ കോസ്, വെറും കോസിൻ്റെ അല്ല, കോസ് എക്സിൻ്റെ, ശ്രദ്ധിച്ചോളണേ, കോസ് എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാന്ന് അവിടെ നോക്കി പറഞ്ഞേ. കോസ് എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അവിടെയാണ് കിടക്കുന്നത്. സൈൻ അല്ല, വെറും ശ്രദ്ധിച്ച് പറഞ്ഞോളണേ. കോസ് എക്സിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? 6 ഉണ്ട്. നോക്കണേ, 6 ഉണ്ട്. പിന്നെ ആരുള്ളത്? സൈൻ ആൽഫയും ഉണ്ട്. ഇക്വേഷൻ നമ്പർ 1. നേരത്തെ ഇക്വേഷൻ 1 വേണ്ട, അത് മാറ്റി. ഇത് മതി, ഇക്വേഷൻ 1. ഓക്കെ. അപ്പോൾ √3 ഈക്വൽ ടു 6 സൈൻ ആൽഫ. ഇത്ര എഴുതി കഴിയുമ്പോൾ 6 മാർക്കിൻ്റെ 3 മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, കേട്ടല്ലോ കേട്ടാ. ക്ലിയർ അല്ലേ? √3 ഈക്വൽ ടു 6 സൈൻ ആൽഫ കിട്ടി. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ് മനസ്സിലായില്ലേ? കോസ് എക്സിനെ ഇവിടെ തിരിച്ചറിഞ്ഞു √3, അവിടെ കോസ് എക്സിനെ തിരിച്ചറിഞ്ഞു 6ഉം സൈൻ ആൽഫയും. ക്ലിയർ? ഇനി സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാ? ഇവിടെ ഈ സൈഡിൽ സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാ? എത്രയാണ്? പ്ലസ് ഉണ്ട്. പ്രോസസ്സ് കഴിഞ്ഞിട്ട് പ്ലസ് കൂടി ഉണ്ട്. പ്ലസിൻ്റെ ഫ്രണ്ടിലുള്ള നോക്കി ആരുമില്ല, അതിൻ്റെ അടുത്ത് 1 ആണ്. ഓക്കെ. സൈനക്സിൻ്റെ ഫ്രണ്ടിലെ കോയഫിഷ്യൻ്റ് ആരുമില്ല. സൈനക്സിൻ്റെ കോയഫിഷ്യൻ്റ് തന്നെ 1 ആണ് കേട്ടോ. 1 നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ 1 അവിടെ. ഓക്കെ, ഒരു സൈനക്സ് ആണ് കേട്ടോ. ഇവിടെ √3 കോസ് എക്സ് പ്ലസ് ഒരു സൈനക്സ്. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? ദെൻ ഓക്കെ അല്ലേ? ഇനി 1 ഈക്വൽ ടു ഇവിടെ സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാ നോക്കുക? 6 മാത്രമാണോ? 6 ഉണ്ട്. കോസ് ആൽഫ, ഇക്വേഷൻ നമ്പർ 2. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടി. ഇത്ര മതിയിട്ടില്ല, നമുക്ക് 6 മാർക്കും വേണം. ഓക്കെ. ഇനിയുള്ളത് ഇതുവരെ ക്ലിയർ ആണോ? എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പ്രോബ്ലം അല്ല, എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെന്താ പേടിക്കാൻ? ഇപ്പോൾ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതല്ല, ഞാനൊരു 5 പ്രോബ്ലം ചെയ്യിപ്പിച്ചാലും 5 പ്രോബ്ലം ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ? മനസ്സിലാവുകയോ? അപ്പോൾ പിന്നെന്താ കുഴപ്പം? നമ്മൾ ഒരു കാര്യം ഒരിക്കൽ ചെയ്യുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ. 5 പ്രോബ്ലം ഇതേപോലെ നമുക്ക് എന്തായാലും 3 പ്രോബ്ലം ഇപ്പോൾ ചെയ്ത് നോക്കാം. എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുവരെ കിട്ടുന്ന ഉറപ്പല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, അമൽ പോയാ? ഓൺലൈൻ ക്ലാസ്സിനതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 6ഉം ആൽഫയും നമ്മൾ ഈ 2 ഇക്വേഷനുള്ളിൽ നിന്ന് കാണണേ. തൽക്കാലം അതിൻ്റെ നിങ്ങൾ തിയറി ഒന്നും പഠിപ്പിക്കുന്നില്ല, ഞാനൊരു ഫോർമുലയാണ് പഠിപ്പിക്കുന്നത്, അതാണ് നല്ലത്. 6 കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളണേ. 6 കാണാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് ഈ 2 നമ്പറിൻ്റെ സ്ക്വയർ, അതാണ് പഠിച്ചത്. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. √3 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ.
ആറ് കാണാനുള്ള ആറ് കാണാനുള്ള ഫോമുലയാണ് തൽക്കാലം ഞാൻ അങ്ങനെ പഠിപ്പിക്കുകയാണ്. 6 കാണാൻ ഇവിടെയുള്ള 2 നമ്പറിൻ്റെ സ്ക്വയർ. അതെങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതിന് 2ന് സ്ക്വയർ എടുത്ത് കൂട്ടുക എന്നൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ അതൊന്നും വേണ്ട. ഒറ്റ എളുപ്പവഴി എന്താണ്? R = 6 കാണാൻ ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് പഠിച്ചു. പ്രശ്നം തീർന്നില്ലേ? R = എന്താണ്? √3² + 1². അങ്ങനെ എഴുതിക്കോ. പ്രശ്നം തീർന്നില്ലേ? കൂടുതൽ തിയറി ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ 6 കിട്ടും കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ റൂട്ടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചോളണേ. അപ്പം ഞാൻ പറയുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. ആദ്യം ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ √3 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ അടിക്കുക. സ്ക്വയർ ഓപ്ഷൻ കണ്ടല്ലോ അല്ലേ? പ്ലസ് വീണ്ടും ബ്രാക്കറ്റ് ഇടുക. 1 എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സ്ക്വയർ അടിക്കുക. ഈക്വൽ എത്ര വന്ന്? എത്ര വന്നു? 4 വന്നു. ഓക്കെ. അപ്പോൾ R = √4 ആണ്. റൂട്ട് ആദ്യം കൊടുക്കരുത്. √4 കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക 2. അപ്പോൾ Rൻ്റെ വാല്യൂ 2 കേട്ടോ. Rൻ്റെ വാല്യൂ 2 എന്ന് എഴുതാം കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇനി ഒരു ആൽഫ കൂടി കാണണേ. അതെ അവിടുത്തെ സ്റ്റെപ്പിൽ √4 അടിച്ചു കൊടുക്കുക. 4 എന്ന വരുള്ള റൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ 4 എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ √4 എന്ന് അടിക്കുക. എന്നിട്ട് 2 എന്ന് എഴുതാം. ക്ലിയർ? മനസ്സിലായോ? കഴിഞ്ഞിട്ടില്ല. ഞാൻ ആൽഫ കൂടിയും കാണുന്നുണ്ട്. ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആയോ? 6 കിട്ടിയതൊക്കെ ഓക്കെ അല്ലേ? ഹലോ? ഓക്കെ. 6 കിട്ടിയത് ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു ആൽഫ കൂടി കണ്ടുപിടിച്ചാൽ അതിനൊരു ഐഡിയ ആണ് പറയുന്നത്. വേറെ ഐഡിയ ഒന്നുമില്ല. നോക്കണേ, ബോർഡിൽ നോക്കണേ. ആൽഫ കിട്ടാൻ നമുക്ക് ഇതിന് ഓർഡർ ആയിട്ട് എല്ലാ പ്രോബ്ലം ഇങ്ങനെ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആൽഫയുടെ പ്രോബ്ലം നമുക്ക് ഇതേപോലെ ഷോർട്ട് കട്ട് 6 കട്ടിച്ച് പറഞ്ഞതുപോലെ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ടാക്കാം. പക്ഷെ അത് എല്ലാത്തിലും ഇതേപോലെ തന്നെ 6 കാണുന്നത് എളുപ്പമാണ്. പക്ഷേ ആൽഫ കാണുന്നത് എല്ലാത്തിലും ഇതേപോലെ ആദ്യം സൈനും പിന്നെ കോസ് ആവുമെന്ന് ഉറപ്പൊന്നുമില്ല. മനസ്സിലായോ? ചിലപ്പോൾ കോസ് ആദ്യം വരും. അപ്പം നമുക്ക് ഞാൻ എടുക്കുന്ന ഫോമിൽ നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അതിനൊരു ഐഡിയ ആയിട്ട് പറയട്ടെ. ഈ R സൈൻ ആൽഫ അല്ലേ? R സൈൻ ആൽഫനെ R കോസ് ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് ചെയ്തു. അപ്പോൾ എല്ലാത്തിലും 1/2 എന്ന് ആകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സൈന് വരുന്നത് ആദ്യം എഴുതുക. ബൈ കോസ് വരുന്നതായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സൈൻ വരുന്ന വാല്യൂ √3 അല്ലേ? √3/1 ഇട്ടു. മനസ്സിലായോ? ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ ഇക്വേഷൻ ബൈ രണ്ടാമത്തെ ഇക്വേഷൻ. ശ്രദ്ധിച്ചോളണേ, എല്ലായ്പ്പോഴും ഒന്നാമത്തെ ബൈ രണ്ടാമത്തെ എന്നല്ല ആവണമെന്നില്ല. ആദ്യം സൈന് വരുന്നതായിട്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇത് R സൈൻ ആൽഫയുടെ വാല്യൂ എന്താ നോക്കുക. R സൈൻ ആൽഫയുടെ വാല്യൂ √3 അല്ലേ? R സൈൻ ആൽഫയുടെ വാല്യൂ √3 ബൈ R കോസ് ആൽഫയുടെ വാല്യൂ 1. അങ്ങനെ പഠിക്കണം കേട്ടോ. എല്ലാ പ്രോബ്ലം അങ്ങനെ പഠിക്കേണ്ടത്. അല്ലാതെ 1/2 എന്ന് പഠിക്കുന്ന നിർബന്ധം ഉണ്ടാവില്ല, ഉറപ്പില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 1/2 എന്ന് പഠിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഓർഡർ അനുസരിച്ചിട്ട് സൈൻ എൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ വരണം നിർബന്ധമില്ല. അതുകൊണ്ട് R സൈൻ ആൽഫയുടെ വാല്യൂ എഴുതുക ബൈ R കോസ് ആൽഫയുടെ വാല്യൂ എഴുതുക. ക്ലിയർ ആയോ? R സൈൻ ആൽഫയുടെ വാല്യൂ ബൈ R കോസ് ആൽഫയുടെ വാല്യൂ. അപ്പോൾ 6ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി സൈൻ ആൽഫ ബൈ കോസ് ആൽഫനെ പറയുന്ന പേരാണ് ടാൻ ആൽഫ. അപ്പോൾ ടാൻ ആൽഫ = √3/1 എഴുതാം. അല്ലെങ്കിൽ √3/1 √3 ആണ് കേട്ടോ. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ 1 ഇട്ടു, കുഴപ്പമില്ല. √3/1 എന്ന് എഴുതുന്നവർ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ആൽഫയാണ് വേണ്ടത്. ആൽഫ കാണാൻ
ഇതുവരെ മനസ്സിലായോ? സൈഡിൽ എഴുതിച്ചോളണേ, സൈൻ ബൈ കോസിൻ്റെ പേരാണ് ടാൻ കേട്ടാ. സൈൻ ബൈ കോസ് ആണ് ടാൻ, മനസ്സിലായോ? സൈൻ ബൈ കോസിനെ പറയുന്ന, സൈൻ എക്സ് ബൈ കോസ് എക്സിനെ പറയുന്ന പേരാണ് ടാൻ എക്സ് കേട്ടാ. അപ്പോൾ സൈൻ ആൽഫ ബൈ കോസ് ആൽഫന് നമ്മൾ എന്ത് കൊടുത്തു? ടാൻ ആൽഫ എന്ന് കൊടുത്തു. ക്ലിയർ ആയോ? അപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെയാണ്. ആൽഫയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ്, ഈ ടാനിന് അങ്ങോട്ട് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. √3/1 ടാൻ ഇൻവേഴ്സ് √3/1. ക്ലിയർ ആയോ? ആൽഫ കിട്ടാൻ ടാനിന്, അപ്പോൾ ഇത് വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് y/x എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഫോമിലൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ കുഴപ്പമുണ്ട് അവിടെ എടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഇവിടെ മൈനസും പ്ലസ്സും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ പ്രോബ്ലം അങ്ങനെ ആക്കണ്ട, ഇങ്ങനെ ആക്കി ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ടാൻ ആൽഫ വന്നത് മനസ്സിലായോ? ടാൻ ആൽഫ വന്നത് അതായത് ഇത് രണ്ട് വെട്ടിക്കളയുമ്പോൾ മുകളിലും താഴെ ഒരുപോലെ വന്നതുകൊണ്ട് ആറിനെ നമ്മൾ കട്ട് ചെയ്തു, മനസ്സിലായോ? ഓക്കെ, ഇനി സൈൻ ആൽഫ ബൈ കോസ് ആൽഫ, അതൊരു റിസൾട്ടാണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട റിസൾട്ടാണ്. സൈന് ബൈ കോസ് ചെയ്താൽ എന്താണ് വരിക? ടാൻ എന്ന് കിട്ടും. അപ്പോൾ സൈൻ ആൽഫ ബൈ കോസ് ആൽഫനെ നമ്മൾ എന്താ പറയുക? ടാൻ ആൽഫ എന്ന് പറയുന്നു. ഓക്കെ, ടാൻ ആൽഫ ഈക്വൽ ടു √3/1. ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ടാൻ ഇവിടുന്ന് പോകണം, ബാക്കി ആൽഫയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യനിൽ 6 കണ്ടുപിടിച്ചിട്ടുണ്ട്, 6നെ കണ്ടുപിടിച്ച് ഇനി ഈ ആൽഫ കൂടി കണ്ടുപിടിച്ചാൽ പ്രോബ്ലം തീർന്നു, മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ ആൽഫ കിട്ടാൻ ചെയ്യുന്നത് ഈ ടാനിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ നിന്നുള്ള ടാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇൻവേഴ്സ് എന്നാണ് പറയുക കേട്ടോ. ടാൻ ഇൻവേഴ്സ് എന്നാണ് പറയുക, ടാൻ ഇൻവേഴ്സ് √3/1 എന്നാണ് പറയുക. ക്ലിയർ ആയോ? ടാൻ ഇൻവേഴ്സ് √3/1. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, ഇനിയുള്ള കാര്യം കാൽക്കുലേറ്ററിൽ ശ്രദ്ധിക്കുക. കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ടാൻ എന്നടിക്കുക. ഷിഫ്റ്റ് അടിച്ചിട്ട് ടാന്, കമ്പ്യൂട്ടർ എല്ലാം ഞെക്കി പിടിക്കരുത്, ഷിഫ്റ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ടാൻ അടിച്ചാൽ മതി. അപ്പോൾ എന്താ ഡിസ്പ്ലേയിൽ കാണിച്ച്? ടാൻ ഇൻവേഴ്സ് കാണിച്ചു. ഇനി ഒരു ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ടല്ലേ? ഇനി √3 അടിക്കുക. √3 കണ്ടോ? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ √3. പിന്നെ ബൈ 1 അടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അടിച്ചോ, വേറെ വല്ല നമ്പറാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ബൈ 1 അടിക്കുന്നു. എത്ര വന്ന് നോക്കാം? ഇതൊരു ബ്രാക്കറ്റ് 60 ഡിഗ്രി കേട്ടോ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 വാല്യൂ 60 ഡിഗ്രിയാണ്, അതങ്ങനെ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ആൽഫയുടെ വാല്യൂ 60 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ, ഇനി therefore ഇതുവരെ മനസ്സിലായോ? വായിക്കട്ടെ, കഴിഞ്ഞിട്ട് പ്രോബ്ലം കഴിഞ്ഞു. ഈ കിട്ടിയ വാല്യൂസ് നമ്മൾ അവിടെ കൊണ്ട് എഴുതിയ പ്രോബ്ലം 6 മാർക്കാണ്ട് കിട്ടിയിട്ടാ. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടില്ലേ ഞാൻ, അതായത് എന്താ നമ്മൾ അവസാനം എഴുതി വെച്ചത്? ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചത് എന്താ? √3 cos x + sin x ഈക്വൽ ടു r × sin x + ആൽഫ എന്ന് എഴുതിയിട്ടില്ലേ നമ്മൾ? ആ സ്ഥലത്ത് ആറിൻ്റെ സ്ഥാനത്ത് 2 എന്നും സൈൻ എക്സ് പ്ലസ് ആൽഫയുടെ സ്ഥാനത്ത് 60 ഡിഗ്രി എന്ന് കൊടുത്താൽ പ്രോബ്ലം തീർന്നു. തൽക്കാലം അത്ര മതി. ഇനി 60നെ π/3 എന്നൊക്കെ ആക്കുന്ന സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ അതൊന്നും വേണ്ട, നമുക്ക് ഇതുവരെ മതി. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ മോഡൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൽ ആറും കണ്ടുപിടിക്കുക, അതുപോലെ ആൽഫയും കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? ഈ മോഡൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൽ ആർ എന്താണെന്ന് കണ്ടുപിടിക്കുക, ആൽഫ എന്താണെന്ന് കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തോ. ഏതാ? കേട്ടില്ല. ഇപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം.
ഈ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവും. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നിർത്താവേ, കുഴപ്പമില്ലല്ലോ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തേ, എഴുതാം. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. എക്സ്പ്രസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾ ക്ലിയർ ആവുന്നുള്ളേ, പേടിക്കണ്ട. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. എക്സ്പ്രസ് ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. 5 sin x മൈനസ് 5 sin x മൈനസ് അവിടെ 12 cos x. 5 sin x minus 12 cos x in the form of r sin x minus alpha. In the form of r sin x minus alpha. ഇത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. തുടങ്ങല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എഴുതി 5 sin x മൈനസ് 12 cos എക്സിന് ഈക്വൽ ടു 6 sin x മൈനസ് ആൽഫ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ലാസ്റ്റ് ആൻസറിൽ നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? ഇതിനെ ഇങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഇനി നമ്മളതിനെ സൈൻ എ മൈനസ് ബിയുടെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. എന്താണ് സൈൻ എ മൈനസ് ബിയുടെ റിസൾട്ട്? 5 sin x മൈനസ് 12 cos x. അത് അങ്ങനെ തന്നെ എഴുതി, അവിടെയാണ് മാറുന്നത് അല്ലേ? ഇവിടെ നമ്മൾ 6 ഇൻറ്റു സൈൻ എ മൈനസ് ബിയുടെ റിസൾട്ട് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, പക്ഷെ സെൻറ്ററിൽ മൈനസ് കണ്ടോ. അപ്പോൾ എന്തെഴുതാം? സൈൻ എക്സ് കോസ് ആൽഫ മൈനസ് കോസ് എക്സ് സൈൻ ആൽഫ. ശരിയല്ലേ? കഴിഞ്ഞ പ്രോബ്ലം സൈൻ എക്സ് കോസ് ആൽഫ പ്ലസ് കോസ് എക്സ് സൈൻ ആൽഫ എന്നായിരുന്നു. ക്ലിയർ ആയോ? ഇവിടെ അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ്, പക്ഷേ കോസ് എ മൈനസ് ബി ആയിരുന്നെങ്കിൽ തിരിച്ചാണേ. കോസ് എക്സ് മൈനസ് ആൽഫ ആണെങ്കിലോ പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കന്നെ വേണം കേട്ടോ. ചെയ്ത് നോക്കാൻ കിട്ടില്ല, എന്തായാലും ചെയ്ത് നോക്കന്നെ വേണേ. കോസിൻ്റെ പ്രോബ്ലം അതേപോലെ ഇപ്പോൾ സൈൻ എഴുതിയതിന് പോലെ കോസ് ചോദിക്കും. ഓക്കെ, അപ്പോഴും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. കേട്ടില്ല? ഇർഫോൻ പറഞ്ഞ് കേട്ടല്ലോ? എനിക്ക് കേൾക്കുന്നില്ല പറയുന്നത്, ഭയങ്കര. ഏതാ? എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കുന്നില്ലടാ. ഞാൻ എഴുതാം എടാ. 6 sin x ഇൻറ്റു കോസ് ആൽഫ മൈനസ് 6 കോസ് എക്സ് ഇൻറ്റു സൈൻ ആൽഫ. ഈ 6നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് മനസ്സിലായോ? ഈ ഫ്രണ്ടിലുള്ള 6നെ ഇവിടേക്കും ഇട്ട് കൊടുത്തു, ഇവിടെ ഇട്ട് കൊടുത്തു, എന്നിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയറിങ്. മനസ്സിലായോ? അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാന്ന് നോക്കുക. ആരാണ് ഇവിടെ സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാ? 5 അല്ലേ? അപ്പം 5 ഈക്വൽ ടു ഇവിടെ സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാ? ഫ്രണ്ടല്ല, കൂടെ വരുന്നത് 6ഉം കോസ് ആൽഫ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇക്വേഷൻ അങ്ങോട്ട് മാറും. ഇവിടെ ആദ്യം കോസ് ആൽഫ വന്നു കേട്ടോ. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ്. അവിടെ √3 വന്നു, ഇവിടെ വേറൊരു സാധനം വന്നു, അത്രയേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി നോക്കാം, ഇവിടെ കോസ് എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാ? 2 ആണോ? 12 അല്ലേ? 12 ആണ് കേട്ടോ. വെറും 12 അല്ല, -12. ശ്രദ്ധിച്ചോളണേ, -12 ആണ് കേട്ടോ. -12 ഈക്വൽ ടു അവിടെ ഏതെങ്കിലും തെറ്റിപ്പോയില്ലേ? അവിടെ കോസ് എക്സ് ആണ്. ഇവിടെ കോസ് എക്സിൻ്റെ ഫ്രണ്ടിൽ നോക്കുക ആരൊക്കെയാ? -6 സൈൻ ആൽഫ. ശരിയല്ലേ? -6 ഉണ്ട് ഇവിടെ, രണ്ടിലും മൈനസ് വരുന്നുണ്ട്. ആ മൈനസിന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം.
മൈനസിനെ കട്ട് ചെയ്തോണേ ഒരു സ്റ്റെപ്പ്. രണ്ടിലും മൈനസ് വന്നതുകൊണ്ട് മൈനസിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതണേ. മൈനസ് രണ്ടിലും വന്നതുകൊണ്ടാണ്, ഒരു സ്ഥലത്ത് വന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ, ഇതാണ് അടുത്ത ഇക്വേഷൻ. സെറ്റായോ? അപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും, ഈ ടൈപ്പിലുള്ള എല്ലാ പ്രോബ്ലത്തിലും ഒരു സ്ഥലത്ത് എന്താ വരിക? 6 സൈൻ ആൽഫയും വരും, 6 കോസ് ആൽഫയും വരും. മനസ്സിലായോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ്. ഈ ഒരു ക്വസ്റ്റൻ അല്ല, നിങ്ങൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാത്തിലും വരുന്നത് ഒരു സ്ഥലത്ത് 6 കോസ് ആൽഫ, ഒരു സ്ഥലത്ത് 6 സൈൻ ആൽഫ. സെറ്റായോ? ക്ലിയർ അല്ലേ? ഇർഫാൻ ഓക്കേടാ? ഇനി 6 കാണാൻ എന്താ ചെയ്യാൻ പറഞ്ഞേ? 6 കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് ഓഫ് ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ. ഇവിടെ എത്രയുള്ളത്? 5 ഉണ്ട് അല്ലേ? 5 സ്ക്വയർ പ്ലസ്, മൈനസ് എഴുതരുത്, പ്ലസ് ആണ് കേട്ടോ. എന്ത് വന്നാലും മൈനസ് വന്നാലും മൈനസ് എഴുതരുത്, പ്ലസ് ആണ് എഴുതേണ്ടത് കേട്ടോ. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. ഇവിടെ ഇപ്പോൾ -12 ആയിരുന്നെങ്കിലും +12 എഴുതിയാൽ മതി. കേട്ടല്ലോ? സ്ക്വയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയറിൽ ബ്രാക്കറ്റ് കൊടുക്കണം. നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്ലസ് ആയിട്ട് എഴുതിയാൽ മതി. റൂട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്ലസ് ആയിട്ട് എഴുതുക കേട്ടോ. കാൽക്കുലേറ്റർ അടിച്ച് വെക്കുക. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എത്ര വരിക? 144, 25, 169 വന്നില്ലേ? അതിന് റൂട്ട് കാണുമ്പോൾ 13 കിട്ടിയ നോക്കുക. അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞു. പറഞ്ഞ മനസ്സിലായോ? മായ്ക്കട്ടെ. ഇതുവരെ എഴുതിയോ? ഓക്കെ ഇതുവരെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യണം? നമ്മൾ അടുത്തത് 6 കിട്ടിയല്ലോ, 6 13 കിട്ടി. ഇനി അടുത്ത എന്താ കാണേണ്ടത്? നമ്മൾ അടുത്തത് ആൽഫ കാണണം. ആൽഫ കാണാൻ വേണ്ടിയിട്ട് എല്ലാ പ്രോബ്ലവും സൈനും കോഡ്സും ഉണ്ടാവും ഉറപ്പാണ്. അപ്പോൾ ചെയ്യേണ്ടത് നമ്പർ അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ ചെയ്യണം, ഞാനതാ പഠിക്കാൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിലും 6 സൈൻ ആൽഫ ബൈ 6 കോസ് ആൽഫ കണ്ടുപിടിക്കുക. എല്ലാ പ്രോബ്ലം അങ്ങനെ പഠിച്ചാൽ മതി. 6 സൈൻ ആൽഫ ബൈ 6 കോസ് ആൽഫ. 6 സൈൻ ആൽഫയുടെ ഫ്രണ്ടിൽ ആരായിരുന്നു നോക്കുക? എത്ര വന്നേ? 12 അല്ലേ? 6 സൈൻ ആൽഫയുടെ വാല്യൂ 12 ബൈ 6 കോസ് ആൽഫ താഴെയാണ് എഴുതുന്നത്, അല്ലാതെ 1/2 എന്ന് പഠിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പ്രോബ്ലത്തിലും 1/2 എന്ന് പഠിക്കരുത്. 6 സൈൻ ആൽഫ ബൈ 6 കോസ് ആൽഫ എന്ന് പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? 6 സൈൻ ആൽഫ ബൈ 6 കോസ് ആൽഫ എന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ പോലെ 6 വെട്ടിപ്പോയി. എല്ലാ പ്രോബ്ലം ഇങ്ങനെ തന്നെയാണ്. ടാൻ ആൽഫ കിട്ടും. 12/5 ആണ്, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. 12/5 ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12/5 എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ ആണോ? ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12/5 കിട്ടിയോ? മനസ്സിലായോ? കഴിഞ്ഞ പ്രോബ്ലം ടാൻ ഇൻവേഴ്സ് √3 എന്ന് എടുത്ത പോലെ എങ്ങനെ ചെയ്യുന്നു? ഷിഫ്റ്റ് ടാൻ അടിക്കുക കേട്ടോ. കാൽക്കുലേറ്റർ എടുക്കുക. അതിനിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആംഗിൾ കിട്ടിയില്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് 12/5 എന്നിട്ടാലും മാർക്ക് കിട്ടും നമുക്ക്. ഷിഫ്റ്റ് ടാൻ അടിച്ച്, ഷിഫ്റ്റ് ടാന് അടിച്ചോ ബ്രാക്കറ്റിൽ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്ന് വരും. ബ്രാക്കറ്റിൽ 12/5 അടിക്കുക. ഷിഫ്റ്റ് ടാൻ അടിച്ചാൽ ടാൻ ഇൻവേഴ്സ് എന്ന് കിട്ടും. ബ്രാക്കറ്റിൽ 12/5 അടിച്ചു കൊടുക്കുക. എത്ര വന്ന് നോക്ക് പറഞ്ഞേ? ഇങ്ങനെ കിട്ടില്ലേ? ശ്രദ്ധിച്ചോളണേ. നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ 67 പോയിൻറ്റ് കേട്ടില്ല. എല്ലാം പറഞ്ഞു, എല്ലാം പറയും. 3801. ബാക്കിയെല്ലാം പറയാം. ഒന്നും പറ. 35 എല്ലാം പറയും. ശ്രദ്ധിക്കുക, ഇത് പോയിൻ്റ് ആയിട്ടാണ് കിട്ടിയത് അല്ലേ? നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് അതിനെ ഡിഗ്രി ആക്കണം. അതിനൊരു കാര്യം കൂടി, ഇത് ഈ ടോപ്പിക്കിന് നമുക്ക് വീണ്ടും പഠിക്കുന്നില്ല. അതുകൊണ്ട് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും, നോക്കണേ. അതായത് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട് കാൽക്കുലേറ്റർ. നോക്കുക, കണ്ടോ? അത് ഡിഗ്രി കാണാനുള്ള സിമ്പിളാണ്. ആ സിമ്പിൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എത്ര വന്ന്? 67 ഡിഗ്രി അല്ലേ?
22 ഒരു ഡാഷ് ഇല്ല. അപ്പോൾ 22 എഴുതിയിട്ട് ഒരു ഡാഷ് ഇട്ട് കൊടുക്കാം. ഒരു ഡാഷ് ഇട്ടാൽ മതി. 22 എഴുതിയിട്ട് ഒരു ഡാഷ് ഇടുക. പിന്നെന്താ പറഞ്ഞേക്കണേ? 48 പോയിന്റ് എന്നല്ലേ പറഞ്ഞേക്കണേ? 48.49 49 എഴുതിയിട്ട് 2 ഡാഷ് ഇട്ട് കൊടുക്കുക. അത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഇത് നമുക്കിനി ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമുക്കിനി വേറെ സ്ഥലത്ത് യൂസ് ഉണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ട് ഏരിയ കാണുന്നത്, അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉണ്ട് നമുക്കിനി. ഇത് ട്രിഗണോമെട്രിയിൽ തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇത് വായിക്കേണ്ടത് 67 ഡിഗ്രി 22 മിനിറ്റ് 48.49 സെക്കൻഡ് എന്നാണ് വായിക്കേണ്ടത്. മനസ്സിലായോ? ആ വാല്യൂ അവിടെ ഇട്ടെടുത്ത കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോളണേ. ടാൻ ഇൻവേഴ്സ് കണ്ടിട്ട് പിന്നെ ഈ സാധനം, ഈ ഒരു സിമ്പിൾ കേട്ടോ, ഈ ഒരു സിമ്പിൾ കാൽക്കുലേറ്ററിന് നടുക്കിലായിട്ട് വരും ഏകദേശം കേട്ടോ, അല്ലേ? സെൻറ്റർ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ സാധനത്തിൽ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ, ആറിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 12 ആയിരുന്നു. 12 ഇൻറ്റു സൈന് ബ്രാക്കറ്റിൽ എക്സ് മൈനസ് ആൽഫയുടെ സ്ഥാനത്ത് എഴുതുക. 67 ഡിഗ്രി 22 മിനിറ്റ് 48.49 സെക്കൻഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം അല്ലേ? അപ്പോൾ സെറ്റാവും. കുഴപ്പമില്ലല്ലോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണേ. അതായത് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചില്ലേ, സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ എഴുതി വെച്ചത് അവിടെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ അതിന് ഇക്വേഷൻ നമ്പർ 1 തന്നെ കൊടുത്തോ. ഇക്വേഷൻ നമ്പർ ഫസ്റ്റത്തെ തുടക്കത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഇങ്ങനെയല്ലേ, അവിടെ എഴുതിയിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ തുടക്കം ഉണ്ടല്ലോ, അവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടാ. സമയം എനിക്ക് ഇനി 2 മണിക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യൻ തരാവേ. ആ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻ തരാം, നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ട്, ഒന്ന് എക്സ്പ്രസ് 4 cos x, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 4 cos x ഇതേപോലെ തന്നെയാണ് പ്ലസ് 3 sin x in the form of r sin x plus a എന്നാണ് കൊടുത്തത്. ആൽഫയ്ക്ക് പകരം എ ആണ് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, ആൽഫ എന്ന് കാരണം കൊടുത്ത് എ. ഇനിയിപ്പോൾ നിങ്ങൾ ആൽഫ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, ഇതും റിപ്പീറ്റഡ് ആണേ. 2024 ഇപ്പോൾ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2024 ചോദിച്ചത്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാണ്. എക്സ്പ്രസ് √3 sin x പ്ലസ് കോസ് എക്സ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത് √3 cos x പ്ലസ് sin x ആണ്. √3 sin x പ്ലസ് കോസ് എക്സ് ഇൻ ദ ഫോം ഓഫ് r sin x പ്ലസ് ആൽഫ. എല്ലാം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ r cos x പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇതന്നെ ചെയ്യുന്നത്. നമ്മുടെ sin a പ്ലസ് ബിയുടെ റിസൾട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവിടെ cos a പ്ലസ് ബിയുടെ റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത സെക്ഷനായിട്ട് നമുക്ക് കാണാം കേട്ടോ. അടുത്ത ഇനി നമുക്ക് ഇതിൽ ഓരോ ട്രയാങ്കിൾ തന്നിട്ട്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 2 സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കാണുന്ന അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഉണ്ട്. പിന്നെന്താ, പിന്നെ അതായത് സോൾവ് ദ ട്രയാങ്കിൾ അങ്ങനെ എന്താ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ കുറച്ചധികം അതായത് ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ 2021 സ്കീമിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ S1 വീഡിയോ ചെയ്തിട്ടുണ്ട്. അധികം വീഡിയോസൊന്നുമില്ല. അതിൽ ഫസ്റ്റത്തെ കോംപ്ലക്സ് നമ്പർ വേണ്ട, അത് ഒഴുകിയിട്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2ാമത്തെ 3ാമത്തെ വീഡിയോ ആണ്. അതായത് ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പോളിടെക്നിക്കിൽ 2021 റിവിഷൻ്റെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചുതരാം കേട്ടോ. ആ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് മാത്രം പഠിക്കണേ.
കാരണം ആ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ബേസ്, അവർക്ക് ബേസ് മാത്രമേ ഉള്ളൂ എക്സാമിന്, നമുക്കങ്ങനെയല്ല. നമുക്ക് ബേസ് കിട്ടിയാലേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്നുള്ള സെക്ഷൻ കൂടി നോക്കണേ. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കി എളുപ്പമാണ്. ആ വീഡിയോ കാണുക. കൂടുതലായിട്ട് നമുക്ക് ആ വീഡിയോ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വീഡിയോ എന്തായാലും കാണാം കേട്ടോ. ഞാൻ ലിങ്ക് അയച്ചു തരാവേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.